ശിവരാത്രി എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പേരെന്താണ് സാധാരണഗതിയിൽ? ആലുവ മണപ്പുറം. ആലുവ മണപ്പുറം. അവിടെ കണ്ട പരിചയം പോലും ഇല്ല എന്നുള്ള പഴഞ്ചൊല്ല് പോലും ഉണ്ട്. എന്തായാലും ആലുവ ശിവരാത്രി പ്രത്യേക അനുഭൂതിയാണ് അവിടെ എപ്പോഴും പോയി നിൽക്കാൻ. അപ്പൊ അവിടെ ജിജീഷ് കരുണാകരൻ ഉണ്ട്. വലിയ ഭക്തജന തിരക്കാണ് മണപ്പുറത്ത് എന്ന് ചേരുന്നു. ഏറ്റവും പ്രധാനം പിതൃതർപ്പണ ചടങ്ങുകളാണ്. ജിജീഷ് കരുണാകരൻ, സുപ്രഭാതം. ജിജീഷ് ആലുവയിലാണെങ്കിൽ ഞങ്ങൾ ചെങ്കലിലാണ്. ഇവിടെ പ്രശസ്തമായ മഹേശ്വര ഒരുപാട് വിശേഷാൽ പൂജകളും പ്രത്യേക ചടങ്ങുകളും ഒക്കെ. അതിരുദ്ര മഹായജ്ഞം കഴിഞ്ഞതേ ഉള്ളൂ. എന്തായാലും എന്താണ് ആലുവ മണപ്പുറത്ത് നിന്നുള്ള ശിവരാത്രി വിശേഷങ്ങൾ ജിജീഷ്? ഇവിടെ പുലർച്ചെ മുതൽ തന്നെ വലിയ ഒരു ഭക്തജന തിരക്ക് നമുക്ക് കാണാൻ കഴിയും. നേരത്തെ സിയും അശ്വതിയും എല്ലാം തന്നെ പറഞ്ഞതുപോലെ ആദ്യം നമുക്ക് ഈ ശിവരാത്രി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആലുവ മണപ്പുറം തന്നെയാണ്. അവിടെ സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം ഭക്തജന തിരക്കാണ് എല്ലാ വർഷവും എല്ലാ തവണയും ഉണ്ടാകാറ്. ഇന്നും അങ്ങനെ തന്നെയാണ്. വൈകുന്നേരത്തോടു കൂടി കൂടുതൽ ആളുകൾ എത്തിച്ചേരും. ആ ചടങ്ങുകളെല്ലാം പുരോഗമിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. രാവിലെ മുതൽ തന്നെ ഇവിടെ പെരിയാറിന്റെ തീരത്ത് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. 116 ബലിത്തറകളാണ് പ്രത്യേകമായി തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ തിരക്കെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അതിലേതാണ്ട് പകുതിയോളം ബലിത്തറകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ ബലിത്തറകളിൽ തർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഭക്തരുടെ വലിയ ഒരു ആളുകൾ തന്നെ ഇവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അവരെല്ലാം വിശ്വാസപൂർവ്വം ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യുന്നു. തർപ്പണ ചടങ്ങുകളൊക്കെ നടത്തിയോ സാർ? എല്ലാ തവണയും വരാറുള്ളതാണോ? വരാറുള്ളത്. ഇവിടെ വന്ന് തർപ്പണം ചെയ്യുമ്പോൾ ഉള്ള ഒരു സംതൃപ്തി അതാണ് ഏറ്റവും. അതാണ് വൈകിട്ട് ഇവിടെ വരും. ഞങ്ങൾ അടുത്ത് തന്നെ വീട് ആലുവ തന്നെ. ഇത്തരത്തിൽ ആളുകളെ അവർ ആലുവയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും അവർ എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം നിരവധി ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോൾ പിതൃതർപ്പണം നടത്തിയതിന് ശേഷം അവർ പെരിയാറിൽ മുങ്ങി മറ്റു ചടങ്ങുകളിലേക്ക് കടക്കുന്ന ആ ഒരു കാഴ്ചകൾ കൂടി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ എത്രയോ ആളുകൾ ഇവിടെ ഈ ആലുവ മണപ്പുറത്തും പരിസരങ്ങളിലുമായി തന്നെ എത്തിച്ചേരുന്നു. പിതൃ പുണ്യം തേടി അവരുടെ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നു. ആ ചടങ്ങുകൾ നടത്തിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു സംതൃപ്തി, പിതൃപുണ്യം നടത്താൻ കഴിഞ്ഞതിൻ്റെ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ വലിയ ഒരു ആത്മസംതൃപ്തിക്ക് തന്നെയാണ് ഓരോ ആളുകളും മടങ്ങുന്നത്. അർദ്ധരാത്രിയിലും ഇന്ന് പുലർച്ചെയും എല്ലാം തന്നെ പൂർണ്ണമായും ദീപാലങ്കാരങ്ങളാൽ നിറഞ്ഞ ഒരു ക്ഷേത്ര പരിസരങ്ങളെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിരവധി ഭക്തർ ആ ഒരു സമയം മുതൽ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. പ്രത്യേക സർവീസുകൾ KSRTC ആണെങ്കിലും കൊച്ചി മെട്രോയും എല്ലാം തന്നെ പ്രത്യേക സർവീസുകൾ ഇവിടെ ആരംഭിച്ചിരുന്നു. അങ്ങനെ ആ സർവീസുകളെല്ലാം തന്നെ ആരംഭിച്ചു. എല്ലാം തന്നെ ഇത്തരത്തിൽ ഭക്തരുടെ ഒരു വലിയ തിരക്ക് ഈ സമയത്ത് കാണാനുണ്ടല്ലോ. ഉണ്ട്. നല്ല തിരക്കാം. തിരക്ക് വന്നുകൊണ്ടിരിക്കുക. കുറേ വരുമ്പോൾ കുറച്ചും കൂടെ വരും. എല്ലാ തവണയും എങ്ങനെയാണ് ഈ ഒരു സമയത്ത് ആളുകൾ കൂടുതലായി എത്തും? വൈകുന്നേരത്തോടു കൂടി. വൈകിട്ടാകുമ്പോഴത്തേനും ഉച്ചയാകുമ്പോഴത്തേനും ഭയങ്കര ആടായിരിക്കും. 3 ദിവസങ്ങൾ ഇന്നിപ്പോൾ 3 ദിവസം ഇത്തവണ 3 ദിവസങ്ങളായി തർപ്പണം നടത്താനുള്ള സൗകര്യം. ഇന്ന് വൈകിട്ട് ആരംഭിക്കാം. നാളെയും ചൊവ്വാഴ്ചയും കൂടെ തർപ്പണം നടത്താം. ചൊവ്വാഴ്ച കൂടെ നടത്തും. ഈ 3 ദിവസങ്ങളിലായി ആളുകൾ വലിയ തോതിൽ തന്നെ എത്തിച്ചേരുന്നു. ഒപ്പം മറ്റ് സൗകര്യങ്ങളെല്ലാം, യാത്രാ സൗകര്യങ്ങളെല്ലാം ഒരു തരത്തിലും ഭക്തർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ 1500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ പല ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നു. CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഉള്ളത്. അങ്ങനെ വിശ്വാസികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എങ്ങനെ എല്ലാ തവണയും മണപ്പുറത്ത് എത്താറുണ്ട്. എങ്ങനെയാണ് അതിന്റെ ചടങ്ങുകളുടെ ഭാഗമാകാറുണ്ട് ഇടയ്ക്ക്. ഇതിപ്പോൾ ആദ്യത്തെ ദിവസം ഇന്നിപ്പോൾ നാളെയല്ലേ തിരക്കും കാര്യങ്ങളൊക്കെ അല്ല, ഇന്ന് രാത്രി മുതലേ. അപ്പോൾ ഇവിടെ വന്നൊന്ന് നോക്കിയിട്ട് പോകും അത്ര. അതെ, അവർ നമുക്ക് ശേഷം മനസ്സിലാക്കണ്ടേ, അതിനുവേണ്ടി കൊണ്ടുവരും പോകും. അത് പിന്നെ അവിടെ ഇവരുടെ മുനിസിപ്പൽ ഓഫീസിൻ്റെ അതിൽ അങ്ങനെ നടന്ന എല്ലാം കണ്ട് അങ്ങോട്ടൊക്കെ നോക്കി അമ്പലത്തിൽ കയറാനായിട്ട് ക്യൂ ഉള്ളതുകൊണ്ട് നിന്നു. നല്ല ക്യൂ ഉണ്ടല്ലോ, തിരക്കുണ്ട്. വലിയൊരു തിരക്ക്, സാധാരണ കവിഞ്ഞ വലിയൊരു തിരക്കാണ് ഇത്തവണ. ഉണ്ട്. രാവിലെ ഇത്രയും തിരക്ക് സാധാരണ ഉണ്ടാവാറില്ല. ഇത് നന്നായിട്ട് നല്ല തിരക്കുണ്ട്. ഇത്തവണ ഞായറാഴ്ച ആയതിൻ്റെ ഒരു ഇതുണ്ട്. കുട്ടികൾക്കും ഒക്കെ സ്കൂളില്ലാത്ത ദിവസം എല്ലാവരും ഫ്രീ ആയതുകൊണ്ട്. ശരി.
എങ്ങനെയുണ്ട് ഈ തവണ? എനിക്ക് തോന്നുന്നു ഈ ഞായറാഴ്ചയുടെ ഒരു ഞായറാഴ്ചയാണ് അത് തിരക്കിൻ്റെ ഒന്നും ആയിട്ടില്ല. പിന്നെ നല്ല ഒരു ഇതാവുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ നിൽക്കുന്നത്. വലിയ എമൗണ്ടുകളൊക്കെയാണ് ഓരോ പേരയ്ക്കും 2-3 ലക്ഷം രൂപ ഇതൊക്കെ കൊടുത്ത് നിൽക്കുകയാണ്. 100 വരിപ്പരകളുണ്ട്. അതിങ്ങനെ പശുക്കണം. ഇതിനൊക്കെ വലിയ റേറ്റുകളാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ജനം ഇറങ്ങി വന്ന് ആൾക്കാർ വന്ന് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് ആളുകൾ ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായി മാറുന്നത്? അത് ഈ ശിവരാത്രി മഹോത്സവം എന്ന് പറയുന്നത് ഉറക്കം ഒഴിച്ചിരുന്ന് ശിവരാത്രിക്ക് ബലി ദർപ്പണം നടത്തി അത് ശിവനെ സങ്കല്പിച്ച് പോകാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ ആലുവയെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക കാര്യങ്ങൾ. നടത്തിയോ ബലിതർപ്പണമൊക്കെ നടത്തിയോ, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം മാത്രമാണോ നടത്തിയത്? തർപ്പണം നടത്തിയോ അല്ലെങ്കിൽ അല്ല നടത്തി ദർപ്പണം നടത്തിയായിരുന്നു? എല്ലാ തവണയും വരുന്ന എല്ലാ തവണ ഇതിന്റെ ഭാഗമായി മാറാറുണ്ട്. രാത്രിയിൽ ഉറക്കം ഒഴിച്ചിരുന്നു വൈകുന്നേരം കിട്ടാറുണ്ടോ? അങ്ങനെയില്ല, വീട്ടിലും മോനൊക്കെ ഉള്ള അങ്ങനെയില്ല. ചടങ്ങുകൾ നടത്തിയതിനു ശേഷം നിരവധി ഭക്തർ അവരെല്ലാം ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് സുഖപരമായ ക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയോ സാർ? എന്ത് തോന്നുന്നു? ഒരു ആത്മസംതൃപ്തി അടുത്തുള്ളവരാ ആണ്. എങ്കിലും അപ്പൊ എല്ലാ തവണയും വരും? എല്ലാ മാസം ആഴ്ചയൊക്കെ വരും. എങ്ങനെയാണ് ഈ ഒരു ദിവസത്തെ കാണുന്നത്? വളരെ നല്ലൊരു ദിവസമായിട്ട് ഞങ്ങൾക്ക് കാത്തിരുന്ന് പറഞ്ഞൊരു ദിവസമാണ്. ഞങ്ങൾ ടി വിയിലൊക്കെ ജനന്റെയുടെ പ്രേക്ഷകരാണോ? കാണാറുണ്ട്. ഇത്തരത്തിൽ അങ്ങനെ എത്രയോ ഭക്തർ ഇവിടെ വരുന്നു. ആ ചടങ്ങുകളുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ എല്ലാം ഒരു പുണ്യത്തിൻ ഭാഗമാകുന്നു. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാം മാറുന്നു. എത്ര മണിക്ക് ആരംഭിച്ചു ഇവിടെയുള്ള ഈ തർപ്പണ ചടങ്ങുകളെല്ലാം? ഇന്ന് എത്ര മണിക്ക് പുലർച്ചെ ആരംഭിച്ചു? 4-4:30 ആയപ്പോഴത്തേക്ക് തുടങ്ങി. സമയം മുതൽ തന്നെ ആളുകൾ തുടങ്ങി. ഞായറാഴ്ച ആയതിൻ്റെ ഒരു തിരക്കുണ്ടോ? എങ്ങനെയാണ് ആളുകൾ പൊതുവെ? ഞായറാഴ്ച മാത്രമല്ല, ശിവരാത്രിയും കൂടെ അല്ലേ. അപ്പോൾ അതിൻ്റേതായ രാത്രി വേലയ്ക്ക് പുറമെ രാവിലെയും പ്രാധാന്യമുണ്ട്. ഇത്തവണ 3 ദിവസമല്ലേ ആളുകൾക്ക് ബലിയിടാനുള്ള ഒരു അവസരം? തിങ്കളാഴ്ച ഇവിടെ ഉണ്ട്. അതെന്താണ് അതിന് ആ ഒരു സാധ്യത? അതിന് നാളന്നുകൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതായത് ഉച്ചവരെ ഇടാം. അതെ, തിങ്കളാഴ്ച ഉച്ചവരെ ഉണ്ട്. ഒരു ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നമസ്കാരം. തർപ്പണ ചടങ്ങുകളൊക്കെ പുലർച്ചെ മുതൽ ആരംഭിച്ചു. സനാതനധർമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് പിതൃകർമ്മം. ആത്മാവാണ് ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം. അതിൻ്റെ ഇന്നത്തെ സ്വരൂപമെടുത്ത മാനവരാണ് നമ്മൾ. നമ്മുടെ ആ ജീവൻ്റെ ചൈതന്യം, നമ്മുടെ മാതാപിതാക്കൾ, പൂർവികർ, അവർ ഉടൽ ഉപേക്ഷിച്ചെങ്കിലും ആത്മാവിന് നാശമില്ല. ആ ആത്മാവിനെ നമ്മൾ സ്മരിച്ചുകൊണ്ട് നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ അനുഗ്രഹം കിട്ടുന്നതിന്, അവർക്ക് സൽഗതി കിട്ടുന്നതിന് ആ മഹാദേവൻ്റെ, ദേവാദിദേവനായ മഹാദേവൻ്റെ പേരിൽ ശിവരാത്രി നാളിൽ ചെയ്യുന്ന ഒരു പുണ്യകർമ്മമാണ്. അത് എന്തെന്ന് പറഞ്ഞാൽ, ഈ ഈശ്വര രഹസ്യമെന്ന് പറയുന്നത് സാധാരണ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഈ ശരീരബോധത്തിരിക്കുന്ന ആൾക്കാർക്ക് ഈ ആത്മബോധം അറിയില്ല. അപ്പോൾ അതിന് ഇത് ദേവാസുര രീതിയിൽ പാലാഴി കടയും എന്ന് പറഞ്ഞതുപോലെ കടഞ്ഞെടുത്തപ്പോൾ ആ മഹാദേവനാണ് ആ ഇത് കാളകുട വിഷം ഭുജിച്ചത്. അപ്പോൾ അത് ഭൂമിയിലേക്ക് വീണാൽ പ്രപഞ്ചം നശിക്കും. അദ്ദേഹം സ്വയം തന്നെ ആ പാലാഴി കടഞ്ഞപ്പോൾ അത് പാനം ചെയ്ത് മഹാദേവി ഭഗവാൻ പോയ ഒട്ടനവധി പേർ പറഞ്ഞു തരുന്നുണ്ട്.
ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചെങ്കൽ മഹേശ്വര ക്ഷേത്രത്തെ കുറിച്ചാണെങ്കിൽ അതെ, ധാരാളം വിശേഷം പറയാനുണ്ട്. 5000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ക്ഷേത്രമാണ്. ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, ചരിത്രമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് സർ? ഈ ശിവലിംഗം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഐതിഹ്യം. ഈ ഇപ്പോൾ നമ്മോടൊപ്പം ചേരും എന്ന് പറഞ്ഞ സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി തന്നെയാണ് ഈ പുരാതന ക്ഷേത്രത്തെ ഇന്ന് കാണുന്ന പ്രശസ്തിയിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മനാട് കൂടിയാണ് ചെങ്കൽ എന്ന ചെറിയ ഗ്രാമത്തെയും മഹേശ്വരം എന്ന ചെറിയ ക്ഷേത്രത്തെയും ഇത്രത്തോളം പ്രശസ്തമാക്കിയത്, പ്രസിദ്ധിയിലേക്ക് എത്തിച്ചത് മഹേശ്വരാനന്ദ സ്വാമിജിയാണ്. എന്തായാലും ഇതിനുള്ളിൽ 108 ശിവലിംഗങ്ങൾ വേറെയുണ്ട്. ഇതിനകത്തുള്ള വിശേഷങ്ങൾ ഒട്ടനവധി കാണാനുണ്ട്. 32 ഭാവങ്ങളുള്ള ഗണപതി പ്രതിഷ്ഠയുണ്ട്. ഈ ഗുഹാരൂപത്തിൽ ഹിമാലയം കയറുന്നത് പോലെയാണ് ഇതിന്റെ ഒരു നിർമ്മിതി. ഇതിനുള്ളിൽ വിസ്മയങ്ങൾ ധാരാളം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ചക്രങ്ങളെ സൂചിപ്പിക്കുന്ന 8 ഷഠാധാരമാണ് അല്ലേ?